NTVയും ഇന്ത്യൻ അസോസിയേഷനും ചേർന്നുകൊണ്ട് 21-ാം തീയതി ഈ മാസം 21-ാം തീയതി ഉമ്മൽക്കുവനിലെ ഇന്ത്യൻ സ്കൂളിൽ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടത്താൻ പോകുന്ന ഒരു വലിയ പ്രോഗ്രാമിൻ്റെ ചർച്ചകളിലാണ് നമ്മൾ. സേ നോ ടു ഡ്രഗ്സ്, നോ ടു വയലൻസ് എന്ന ഒരു സ്ലോഗനുമായി NTVയും അതുപോലെ തന്നെ മുൽക്ക് ഇന്ത്യൻ അസോസിയേഷനും നമ്മുടെ കുട്ടികളിലും അതുപോലെ തന്നെ രക്ഷിതാക്കളിലും ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒത്തിരി വിഷയങ്ങൾ ഇതിലുണ്ട്. എന്തുകൊണ്ട് UAE നാട്ടിൽ നടക്കുന്ന ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന അവയർനെസ്സുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് UAE നാം ഇതിനു വേണ്ടി ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ വന്നിട്ടുള്ള ചർച്ച. കാരണം നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന മാസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ 12ാം ക്ലാസ്സുമെല്ലാം പാസ്സായി കഴിഞ്ഞ് നാട്ടിൽ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരം മാരകമായ വിഷലിപ്തമായ അല്ലെങ്കിൽ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഈ വിപത്തിൽ നിന്നും അവരെ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ എങ്ങനെ അവരെ അതിൽ നിന്ന് അകറ്റി നിർത്താം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നതിന് മുമ്പായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും നമുക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അവയർനെസ് ആയിരിക്കും ഈ പ്രോഗ്രാം. UAE ഏകദേശം 80ഓളം വേദികളിൽ 40ഓളം വേദികളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായി NTV ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെടുകയും ഇന്ത്യൻ അസോസിയേഷൻ്റെ യൂത്ത് ആൻഡ് ചിൽഡ്രൻസ് വിങ് ഇതിൻ്റെ ഉമ്മൽക്കുവനിൽ നിന്നുള്ള ഉദ്ഘാടനം, അതായത് ഇതിൻ്റെ ഈ പരിപാടി UAE ഉദ്ഘാടനം ഉമ്മൽക്കുവനിൽ നിന്നാവണമെന്നും അത് അവർ സ്വമേധയാ ഏറ്റെടുക്കുകയും ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് ആദ്യം ഒരു ഇന്ത്യൻ സ്കൂളിൽ വെച്ച് തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ എല്ലാ 21-ാം തീയതി നടത്താൻ പോകുന്ന ആ പ്രോഗ്രാമിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ വിവരം കൂടി പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നത്. ഇതിൽ NTVയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി കടവനുണ്ട്, അതുപോലെ തന്നെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, അതുപോലെ NTVയുടെ മറ്റു വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളെല്ലാം ഇവിടെ സന്നിധരാണ്. ഏകദേശം 9:30 മണിക്ക് ജൂൺ 21-ാം തീയതി 9:30 മണിക്ക് ഇന്ത്യൻ സ്കൂളിൽ ആരംഭിക്കുന്ന ഈ പ്രോഗ്രാം ഏകദേശം 1 മണി വരെ നീണ്ടു നിൽക്കും. അതിനിടയിൽ ഒട്ടനവധി ഡോക്ടർമാർ, അതായത് സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ന്യൂറോളജിസ്റ്റ് പോലുള്ള ഡോക്ടേഴ്സ്, മറ്റു പ്രഭാഷകർ, കൾച്ചറൽ പ്രോഗ്രാംസ്, അതുപോലെ പല രീതിയിലുമാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് എന്തുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം അവിടെ വേണം എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ പോകുന്ന ആ ഒരു അവയർനെസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നും എല്ലാവരും പങ്കെടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മുഖ്യ അതിഥികളായി ഉമ്മൽക്കുവൻ പോലീസിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിൻ്റെ ചീഫ്, അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ, അതുപോലെ ഇവിടുത്തെ നാർക്കോട്ടിക് സെല്ലിൻ്റെ ഡയറക്ടർ, അതുപോലെ AKMG അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 ഡോക്ടേഴ്സ്, പിന്നെ CID ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവന്മാർ, അങ്ങനെ ഒട്ടനവധി ഗവൺമെൻറ് ഒഫീഷ്യൽസ് കൂടി ഇതിനോട് നമ്മോട് ചേർന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ, ചെയർമാൻ, അങ്ങനെ പല നാനാവിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഒഫീഷ്യൽസും എല്ലാവരും ഇതിൽ പങ്കാളികളായിരിക്കും. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന NTV യിലെ എല്ലാ ക്രൂ അംഗങ്ങൾക്കും
അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർക്കും അതുപോലെ യൂത്ത് ആൻഡ് ചിൽഡ്രൻസ് വിങ്ങിൻ്റെ മെമ്പർമാർക്കും എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൽ തൊട്ട അഭിവാദ്യങ്ങൾ അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ് എന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. സജാദ് ഭായിയും അസോസിയേഷൻ സെക്രട്ടറിയും പറഞ്ഞതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ കോയിനും അതിൻ്റെ യൂത്ത് ആൻഡ് ചിൽഡ്രൻ വിങ്ങുമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഉമ്മൽ കോയിനിലെ ഈ പരിപാടികൾ ഇനിയും പല സ്കൂളുകളിൽ ഉമ്മൽ കോയിനിൽ തന്നെ ഞങ്ങൾ എത്തുന്നുണ്ട്. അവിടെ എല്ലാം ഈ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ സജാദിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ കോയിനും ശ്രീ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഉമ്മൽ കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ യൂത്ത് ആൻഡ് ചിൽഡ്രൻസ് വിങ്ങുമായിരിക്കും. എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത, ഒരുപാട് ഇവൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് എല്ലാ ദിവസവും പലതരത്തിലുള്ള ഇവൻറ്റുകൾ കാണാറുണ്ട്. ഒന്നും മോശമല്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഭാവിയുടെ, നമ്മുടെ തലമുറയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഇവൻറ്റ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് എനിക്ക് ഉമ്മൽ കോയിൻ അസോസിയേഷനോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോടും ഇന്ത്യക്കാരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഡ്രഗ്സിൻ്റെ കഴുകക്കണ്ണുകൾ അത്രയ്ക്ക് കഠിനമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, അല്പം പൈസയുള്ളവരുമാണ്. അവരെ നോട്ടമിട്ട് പറക്കുന്ന ഇത്തരം ആൾക്കാരെ നമുക്കൊന്നിച്ച് പറയേണ്ടതായിട്ടുണ്ട്. മറ്റെല്ലാ അസൗകര്യങ്ങളും മാറ്റിവെച്ച് ഈ ഇവൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുകയും ഇനിയും വരുന്ന ഏകദേശം 40ഓളം ഇവൻറ്റുകൾ UAE മുഴുവൻ ഞങ്ങൾ ഇവൻറ്റ്സ് നടത്തുകയാണ്, സ്കൂളുകളിൽ തന്നെയാണ്. ഇതിന് ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ സർവാത്മന എല്ലാ സപ്പോർട്ടും തന്ന ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ കോയിനെയും അതിൻ്റെ യൂത്ത് ആൻഡ് ചിൽഡ്രൻ വിങ്ങിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാം എത്ര ഫാമിലിയാണ് ഈ ഒരു പരിപാടിയിലൂടെ ഒരു ചെറിയ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഉമ്മൽ കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ ഈ ക്യാമ്പയിനെ, ഈ മെസ്സേജിനെ എത്ര സീരിയസ് ആയിട്ട് എടുത്തു, ഇത് എത്രത്തോളം സീരിയസ് ആയി നിങ്ങൾ കാണണം, കേൾക്കണമെന്ന് ഇവരാഗ്രഹിക്കുന്നൊരു തെളിവാണ്. നാളെ വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ഈ 10 മണിക്ക് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തെ ഏകദേശം 70% ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് 19 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഭാവി തലമുറ തന്നെ വല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അതിനെപ്പറ്റി ഉത്തരവാദിത്വ ബോധത്തോട് കൂടി ഇന്ത്യൻ അസോസിയേഷനും ഞങ്ങളും നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ വരും ദിവസങ്ങളിൽ വെക്കേഷന് ശേഷവും UAE മുഴുവൻ ഇന്ത്യൻ അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് കേരള സോഷ്യൽ സെൻറ്റർ അബുദാബിയുമുണ്ട്, KMCC ഉണ്ട്, അതോടൊപ്പം തന്നെ നേഴ്സസ് അസോസിയേഷനുണ്ട്, ബ്ലഡ് ഡോണേഴ്സ് കേരളയുണ്ട്, കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷനുണ്ട്, വേൾഡ് മലയാളി കൗൺസിലുണ്ട്, ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ അബുദാബി, ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ അലൈൻ, ഇന്ത്യൻ അസോസിയേഷൻ റാസഖൈമ, ഇന്ത്യൻ അസോസിയേഷൻ അജ്മാൻ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, AKMG, ഇങ്ങനെ UAE മുഴുവൻ, അതോടൊപ്പം തന്നെ ദുബായിലെ ഓർമ്മ, ഷാർജയിലെ മാസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും എല്ലാവരുടെയും കൺസെൻറ്റ് കിട്ടി എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ സംഘടനകളും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുട്ടികളെയും ബോധവൽക്കരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി മാറാൻ NTVക്ക് കഴിയുന്നതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ കൂടെ താങ്ക് യു വെരി മച്ച്. ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ കോയിനും NTVയും ചേർന്ന് ഒരു വലിയ ക്യാമ്പയിൻ ഉമ്മൽ കോയിൻ നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ സ്കൂളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വരുന്ന 21 നമ്മളുടെ ഫസ്റ്റ് ക്യാമ്പയിൻ ഇവിടെ സേ നോ ടു ഡ്രഗ്സ് ആൻഡ് സേ നോ ടു വയലൻസ് ആരംഭിക്കുകയാണ്. അന്നേരം എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയത്തെ, അതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ അസോസിയേഷനോട് ചേർന്നുകൊണ്ട് NTV നടത്തുന്ന ഈ ഒരു ക്യാമ്പയിന് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. നമുക്കറിയാം, ഇന്ന് സിന്തറ്റിക് രൂപത്തിലേക്ക് ഭാവം മാറിയ മയക്കുമരുന്നുകൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾക്കൊക്കെ ഈ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു നിസ്സംഗതയാണ്.
നമ്മളിലേക്ക് അത് വരില്ല ഒരു വിശ്വാസം നമ്മളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പം നന്നായി അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ ഇത് നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതിനോട് ചേർന്ന് നിൽക്കുക, എല്ലാവരും വരിക. വരുന്ന ശനിയാഴ്ച 21-ാം തീയതി ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാവുക. ഒരു വളരെ ഏറ്റവും സുപ്രധാനമായ ഇതിൻ്റെ കാര്യത്തെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ രാജ്യം ഈ വർഷം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്നാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇവിടെ NTVയും ഇന്ത്യൻ അസോസിയേഷനും സംയുക്തമായി ചേർന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പ്രോഗ്രാമും ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നടത്തുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ കൺട്രിയോട് തന്നെ ആദ്യം ഒരു താങ്ക്സ് പറയുകയാണ്. അവർ ഈ വർഷം ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് ഡിക്ലെയർ ചെയ്തു. ആ ഒരു പെർട്ടിക്കുലർ മോട്ടോ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ യൂത്തിനും ചിൽഡ്രനും. അതുപോലെ തന്നെ യൂത്തും ചിൽഡ്രനും മാത്രമല്ല, കുറച്ച് മുതിർന്നവരും ഇതിലേക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അവയർനെസ് ക്ലാസ് ആയിരിക്കും ന്യൂ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജൂൺ 21 നടക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രസൻസും ബ്ലെസ്സിങ്സും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ വരുന്ന 21-ന് ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽക്കോയിൻ NTVയുടെ ഒപ്പം നടത്തുന്ന സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ് അവെയർനെസ് പ്രോഗ്രാമിന് വി ഓൾ ആർ എക്സൈറ്റഡ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെ ഒരു അവെയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ലൈക്ക് നാട്ടിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വി ഡോണ്ട് നോ വെയർ ദേ എൻഡ് അപ്പ് ആക്ച്വലി. ലൈക്ക് എങ്ങനത്തെ ഒരു സറൗണ്ടിങ്ങിലാണ് അവർ എത്തിപ്പെടുന്നത്. ലൈക്ക് അവരൊക്കെ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും പോയി പഠിക്കുന്നത്. സോ വി ഡോണ്ട് നോ വെയർ ദേ എൻഡ് അപ്പ്. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു അവെയർനെസ് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഹോപ്പ് യു ഓൾ ജോയിൻ ദിസ് അവെയർനെസ് ക്ലാസ് ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ആൻഡ് വി ആർ എക്സൈറ്റഡ് ഫോർ ഇറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ അസോസിയേഷനും NTVയും ചേർന്ന് നടത്തുന്ന മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാവിധ ആശംസകളും അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങിനും ഇന്ത്യൻ അസോസിയേഷനും നേരുന്നു. അതുപോലെ തന്നെ 13 വയസ്സ് തൊട്ട് മയക്കുമരുന്നിന് അടിമകളാണ്. അത് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ ഏത് കോണിൽ നോക്കിയാലും മയക്കുമരുന്നും ഡ്രഗ്സും കള്ളു കുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും 13 വയസ്സ് തൊട്ട് മേപ്പോട്ടുണ്ട്. ഇതിനെതിരായിട്ട് എല്ലാ അമ്മമാർക്കും മനസ്സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ പ്രവാസികളെന്ന നിലയിൽ നമ്മളുടെ അസോസിയേഷൻ വഴിയും ഇതുപോലെ NTV പോലെയുള്ള സംരംഭങ്ങൾ വഴിയും മുന്നോട്ട് വന്നത് വളരെ ശ്ലാഘനീയമാണ്. എല്ലാവർക്കും ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. സേ നോ ടു ഡ്രഗ്, സേ നോ ടു വയലൻസ് എന്ന പ്രോഗ്രാം നമ്മൾ NTV ആയിട്ട് ഇവിടെ വന്ന സമയത്ത് അസോസിയേഷൻ ഏറ്റെടുക്കുകയും അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അത് യൂത്ത് ആൻഡ് ചിൽഡ്രൻ വിങ്ങിനെ ഏൽപ്പിക്കുകയും നല്ല രീതിയിൽ ആ പരിപാടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 21-ാം തീയതി രാവിലെ ന്യൂ ഇന്ത്യ സ്കൂളിൽ വെച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. നാട്ടിൽ 4th ഇയർ പഠിക്കുന്ന ഒരു എഞ്ചിനീയർ സ്റ്റുഡൻ്റാണ്. അപ്പം ഞാനിപ്പം അടുത്തായി ഇവിടെ വന്നതാണ്, ദുബായിലേക്ക് വന്നതാണ്. അപ്പം ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ കണ്ടപ്പോൾ ഇവിടെ വന്ന് ഇതിന് ജോയിൻ ചെയ്യണമെന്ന് തോന്നി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള തലമുറക്ക് വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണിത്. സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് ഈ ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് തടയാൻ വേണ്ടി പറ്റുന്ന എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും നമ്മൾ നൽകണം. അതുപോലെ തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇതിന് പങ്കെടുത്ത ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഡ്രഗ്സ് ഉപയോഗത്തിനെതിരെ ഒരു അവെയർനെസ് പ്രോഗ്രാം കൊണ്ടുവരാൻ ആദ്യമായി
UAE യിൽ മുന്നിട്ടിറങ്ങിയ NTV UAE യിൽ ഉടനീളം ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ആദ്യമായി ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽക്കോയിനെ സമീപിച്ചു. അത് ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ആദ്യമായി ഉമ്മൽക്കോയിൽ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഈ വരുന്ന 21-ാം തീയതി ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമ്മൽക്കോയിനിൽ വെച്ച് നടക്കുകയാണ്. രാവിലെ 9:30 മണിക്ക് തുടങ്ങുന്ന ഈ പ്രോഗ്രാം ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ട്. എല്ലാവർക്കും അന്നത്തെ ദിവസം അവിടെ വന്ന് ഇത് വലിയൊരു വിജയമാക്കി തീർക്കണം. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ പാരൻസിന് മാത്രമേ കഴിയുള്ളൂ. നമ്മളെ കുട്ടികൾ വഴി തെറ്റാതിരിക്കാൻ നമ്മളെല്ലാവരും തന്നെ മുന്നിട്ടിറങ്ങണം. അതിന് ഈ പ്രോഗ്രാമിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസം രാവിലെ എത്തിച്ചേരണം ഉമ്മൽക്കോയിൻ ഇന്ത്യൻ സ്കൂളിലേക്ക്. ഇന്ത്യൻ അസോസിയേഷൻ NTVയുമായി ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം ഇതിനെ ശരിക്കും പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത വാല്യൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് നൽകുന്നു. ഈ ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന NTVയോടൊപ്പം ചേർന്ന് പോകുന്ന അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നൊരു പിതാവ് എന്നുള്ള നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന പലവരുടെയും പേരിൽ ഞാൻ പറയുന്നു. കാരണം ജൂൺ 21 UAE ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ദിവസമാണ്. ഒരുപാട് പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ ആശ്വാസം ആവേശമായി ഈ പരിപാടി മാറട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്ത്യൻ അസോസിയേഷന് നന്ദി പറഞ്ഞുകൊണ്ട് NTVക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. NTVയും ഇന്ത്യൻ അസോസിയേഷനും അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ യൂത്ത് ആൻഡ് ചിൽഡ്രൻ വിങ്ങും കൂടി നടത്തുന്ന സേവ് നോ ടു ഡ്രഗ്സ് നോ ടു വയലൻസ് എന്ന ക്യാമ്പയിൻ പുതിയ തലമുറക്കായിട്ടുള്ള ഒരു വലിയ കാൽവയ്പ്പാണിത്. എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പാരൻസിനോടാണ്. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. അവരുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിരിക്കും ഇത്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് 21-ാം തീയതി രാവിലെ 9:30 മണിക്ക് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടത്തുന്ന ഈ ക്യാമ്പയിനിലോട്ട് എല്ലാ പാരൻസിനെയും അതുപോലെ തന്നെ എല്ലാ പിള്ളേരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും അതിനെക്കാട്ടൊക്കെ ഒരു വലിയ ഒരു ഗിഫ്റ്റായിരിക്കും ഇത്. ഡോണ്ട് മിസ് ഇറ്റ്. NTVയും ഉമ്മൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷനും ചേർന്ന് ആരംഭിക്കുന്ന ഈ ഒരു നല്ല പരിപാടിയിലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്യാണ്. ഇന്ന് നാം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് കാരണം കുട്ടികൾ 10 വയസ്സ് മുതൽ 20 വയസ്സിനകത്ത് ഉള്ള കുട്ടികളും ഈ മയക്കുമരുന്നിന് അടിമകളായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ നമുക്ക് തടയണം. അപ്പം ഇതിന് എല്ലാ സംഘടനകളും ഇതിനോടൊപ്പം ചേർന്ന് എല്ലാ മനുഷ്യരും ഇതിനോടൊപ്പം ചേർന്ന് 21-ാം തീയതി നടക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കണം. എല്ലാവരും ചേർന്ന് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം. നമ്മുടെ നാടിനെ നമ്മൾ രക്ഷിക്കണം. നമ്മുടെ നാട്ടിലെ അടുത്ത തലമുറയിലുള്ള കുട്ടികളെ നമ്മൾ രക്ഷിക്കണം. ഈ ഒരു സംരംഭത്തിന് NTVയും ഉമ്മൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷനും ചേർന്ന് ഇത് ചെയ്യുന്ന ഈ അസോസിയേഷനും എല്ലാത്തിനും വേണ്ടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. നമസ്കാരം. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം നമ്മുടെ നാടുകളിൽ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ഒരു തലമുറയെ തന്നെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷനും NTVയും
ഇന്ത്യൻ അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങും ചേർന്ന് നടത്തുന്ന ഈ ഒരു സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ് എന്ന ക്യാമ്പയിന് എല്ലാവിധ ഭാവങ്ങളും നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ന്യൂ ഇന്ത്യൻ സ്കൂളിലേക്ക് ജൂൺ 21 ക്ഷണിക്കുകയാണ്.